ദേശത്തിന് സമാധാനം ഉണ്ടാകണം, നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകണം. ഈ സമാധാനം വെറുതെ നമുക്ക് ലഭിക്കില്ല. കാരണം ഇതെല്ലാം പിശാചിന്റെ അടിമത്വത്തിലാണ് കിടക്കുന്നത്. ഇന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തു ചോദിക്കാറുണ്ട്, എനിക്ക് മാത്രം എന്താ ഈ ഒരു പ്രശ്നം വരുന്നത്? മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത കണക്കുള്ള ദുഃഖങ്ങൾ എന്താ എന്റെ ജീവിതത്തിലുള്ളത്? എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ മാത്രം രോഗം ഒഴിയാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം സാമ്പത്തികമില്ലാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒരു സമാധാനമില്ലാത്തത്? ഇതൊക്കെ നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുമ്പിൽ ചെറുതാകാൻ വയ്യ. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനമില്ലാത്തത്, എന്റെ കുടുംബത്തിന് സമാധാനമില്ലാത്തതെന്ന്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമുക്കൊരു ചോദ്യം വരും, എന്തിനാ ദൈവം ഇങ്ങനെ ലോകത്തെ സ്നേഹിച്ചത്? ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ദൈവത്തിന് ഉണ്ടാക്കാതിരുന്നൂടെ? നമ്മൾ ഈ കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടതാണ്, അവരുടെ വിവാഹ വാർഷികത്തിന് ഭാര്യ എറണാകുളത്തുനിന്ന് ജോലിയും കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവൂടെ വരുന്ന സമയത്ത് ആ ഒരു വാഹനം ആ പെൺകുട്ടിയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി ആ കുഞ്ഞു മരിച്ചത്. അന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടു. എന്താ ദൈവത്തിന് കണ്ണില്ലേ? എന്താ ദൈവം ഇങ്ങനെ കണ്ണില്ലാതെ പൊട്ടക്കണ്ണനായിട്ട് ഇരിക്കുവാണോ? ദൈവത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന്. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നതെല്ലാം ഈ ലോകത്തിന്റെ കണ്ണിലൂടെയാണ്. എന്നാൽ ദൈവത്തിന് സ്ഥിരമായിട്ടൊരു പദ്ധതിയുണ്ട്, ചില കാര്യങ്ങളുണ്ട്. എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പലപ്പോഴും നമ്മളുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാറ്റുക, അല്ലെങ്കിൽ ജാതി, നമ്മുടെ ഒരു ജാതിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. അവിടെയും എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ആ ജീവിച്ചു വളർന്നു വന്നപ്പോൾ ഇതുപോലെ തന്നെ ജീവിതത്തിൽ കുറെ സമാധാനമില്ല, സന്തോഷമില്ല. എന്താണ് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമെന്നുള്ളത്, ജീവിതത്തെ കുറിച്ചുള്ള ഒരു പർപ്പസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞത്. അപ്പോ ജാതി മാറ്റാനോ മതം മാറ്റാനോ അതിനു വേണ്ടിയിട്ട് ആരും എന്റെ അടുക്കൽ വന്നിട്ടില്ല. ഇന്നിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ ജാതിയോ മതമോ ഇതൊന്നും മാറ്റുവാനല്ല, സത്യം നിങ്ങൾ തിരിച്ചറിയണം. സത്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ഭൂമിയെ സൃഷ്ടിക്കുന്നതും ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെയും സൃഷ്ടിക്കുന്നത്. ആ ഒരു സമയത്ത് ദൈവം തന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ആ ഒരു സൃഷ്ടിക്ക് നടന്നതിന് ശേഷം ദൈവത്തിനൊപ്പം ജീവിക്കേണ്ടുന്ന മനുഷ്യൻ താത്താന്റെ വാക്ക് കേട്ട് അവൻ വഴിതെറ്റിപ്പോയി. ആ ഒരു വഴിതെറ്റൽ ഉണ്ടായതാണ് നമ്മുടെ എല്ലാ ഇന്നത്തെ ഈ സമാധാനക്കേടിന് കാരണം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെയും പിശാചിന്റെ അടിമത്വത്തിലാണ്. ഈ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നു പിറന്നിട്ടുള്ളത്. അപ്പൊ അവിടെ സാത്താൻ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പാപത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ട് അവന്റെ അധീനതയിലാക്കി ഈ ഭൂമി. പിശാച് മനുഷ്യനെ അവന്റെ അടിമയാക്കി വെക്കുകയും ചെയ്തു. മനുഷ്യനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർവശക്തനായിട്ടുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അത് ദൈവം തന്നെ. ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കാതിരുന്ന, ഒരു മനുഷ്യനും കഷ്ടങ്ങൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്ന സമയത്ത്, സകല മനുഷ്യനും പാപം കൊണ്ട് തെറ്റിപ്പോകുന്ന സമയത്ത് ദൈവം തന്നെ തീരുമാനിച്ചു ഇവിടേക്ക് ഇറങ്ങി വരാൻ, ഒരു മനുഷ്യ രൂപം എടുത്തു വരാൻ. അത് കുഞ്ഞുങ്ങളെ, ഈ ദേശത്തിലായിരിക്കുന്നവരോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, നിങ്ങളുടെ ജാതി മാറ്റാനോ മതം മാറ്റാനോ, നിങ്ങൾ പിറന്നു വന്നേക്കുന്ന നിങ്ങളുടെ കുടുംബം മാറ്റുവാനോ അല്ല, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ആത്മാവിന്റെ രക്ഷ വേണമെങ്കിൽ സർവശക്തനായിട്ടുള്ള യേശുവിനെ നമ്മൾ ഏറ്റെടുക്കണം. എന്തിനേറ്റെടുക്കണം എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്ന് ഇവിടെ 33.5 വർഷമാണ് ജീവിച്ചത്. അതിൽ അവസാനത്തെ 3.5 വർഷമാണ് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി സദ്വർത്തമാനം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം നല്ല കാര്യങ്ങൾ പറയുന്നവരെ എന്നും നമ്മുടെ
സമൂഹം ക്രൂശിച്ചിട്ടേ ഉള്ളു. അവിടെ പിശാച് യേശുവിനെ സകല മനുഷ്യന്റെയും പാപങ്ങൾ മൊത്തം യേശു വഹിക്കുവാൻ തയ്യാറായപ്പോൾ പിശാച് യേശുവിനെ എന്ത് ചെയ്യാൻ പോയി? ക്രൂശിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. തന്റെ സ്വന്തമായവർ വരെ യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശിലേക്ക് വഹിക്കുന്ന രീതിയിലേക്ക് മാറി. മനുഷ്യരൊക്കെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. സ്വന്തമായവർ ചേർത്ത് കൊള്ളേണ്ടുന്നവർ തന്നെ യേശുവിനെ തള്ളിപ്പറയുകയും അടിക്കുകയും പരിഹസിക്കുകയും തുപ്പുകയും ദേഹത്ത് കൊണ്ട അടികൾ, ആ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച ഓരോ അടിയും എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപം സാത്താന്റെ കൂടെ ചേർന്ന് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടുന്ന മനുഷ്യൻ തെറ്റിപ്പോയി സാത്താന്റെ പക്ഷത്തേക്ക് ചേർന്ന് പാപത്തിൽ അടിമപ്പെട്ട് നമ്മളൊക്കെ സാത്താന്റെ കുഴിയിലേക്ക് സാത്താൻ പോകുന്നത് പോലെ നമ്മൾ പാതാളത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മളെ യേശു വില കൊടുത്തു വാങ്ങി. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ജാതി മതം സൃഷ്ടിക്കുക അല്ല, ഞങ്ങൾ ഇവിടെ ദൈവരാജ്യമാണ് സൃഷ്ടിക്കുന്നത്, സമാധാനമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് മറ്റു ജോലിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവെന്ന് പറയുന്നത് ദൈവം തന്നതാണ്. ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് നിത്യ നരകത്തിലേക്കാണ്. നിങ്ങൾ രണ്ടാം മരണത്തിൽ നശിച്ചു പോകുന്നു, തീപ്പൊയ്കയിലേക്ക് വീണു പോകുന്നു. അവിടെ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നാൽ നമ്മൾ ജീവനോടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കയറിപ്പോയാൽ നമുക്കുള്ളത് 100, 110 വയസ്സ്. ഇന്ന് അതൊന്നും ഇല്ല. പക്ഷേ ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസ് ഇന്ന് ഭൂമിയിൽ അത്രത്തോളം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആയുസ് കൊണ്ട് നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ സൃഷ്ടിതാവായിട്ടുള്ള ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിലേക്ക് മടങ്ങി വരാനാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ രക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾക്ക് സ്വർഗത്തിലാണ് അവകാശം തരുന്നത്. ഈ ഭൂമി ഇനിയും ഉണ്ടാകും. നിങ്ങൾക്കറിയുമോ, ഒരു 3-ാം ലോക മഹായുദ്ധം വരാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വെള്ളത്തിന് വേണ്ടിയിട്ട്. ആ ഒരു 3-ാം ലോക മഹായുദ്ധം വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ചില വ്യക്തികൾ കാണാതാകും. ഇന്ന് കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ സഭയോട് ചേർന്നിരിക്കുന്ന വ്യക്തികളെ യേശു കൂട്ടിക്കൊണ്ടുപോകും. ഈ 3-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെ വെള്ളമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന സമയമാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഭരണാധികാരികൾ തമ്മിൽ വെട്ടി മനുഷ്യനെ ഒട്ടും ജീവിക്കാൻ സമ്മതിക്കാതെ ഇവിടെ ഭയങ്കരമായി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാരതം എന്നല്ല ലോകം മൊത്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ, ഒരു ദേശത്തിന് വേണ്ടിയിട്ടോ, ഒരു ജാതിക്ക് വേണ്ടിയിട്ടോ, സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയിട്ടോ, പുരുഷന്മാർക്ക് മാത്രം വേണ്ടിയിട്ടോ, ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം വേണ്ടിയിട്ടോ അല്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടോ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടോ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ മാത്രമല്ല, സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവം വന്നിട്ടുള്ളത്. വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, നമ്മുടെ ഉള്ളില് ഒരാത്മാവുണ്ട്. നമുക്കറിയാം, നമ്മുടെ പുറമേ കാണുന്നത് ശരീരമാണ്. നമുക്ക് ചിന്ത, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, ഇച്ഛയൊക്കെ വരുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനുമകത്ത് ഒരു ആത്മാവുണ്ട്. ഇന്ന് നമ്മളിവിടെ മരിച്ചു കിടന്നാൽ, ഉദാഹരണത്തിന് സോമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സോമൻ മരിച്ചുപോയി. പക്ഷെ സോമന്റെ ഡെഡ് ബോഡി ഇവിടെ കിടക്കുന്നുണ്ടാകും. അപ്പൊ ഈ മരിച്ചു പോയി എന്ന് പറയുന്നില്ലേ, അതാണ് ജീവനും ആത്മാവും. നമുക്കൊരാത്മാവുണ്ട്. ഈ ആത്മാവിനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വാഹനമാകുന്ന നമ്മുടെ ശരീരം വാഹനമാണ്. അതിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് മനസ്സാണ്. നമുക്ക് തീരുമാനം എടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ ആ വാഹനമാകുന്ന ശരീരത്തിനകത്ത് ഡ്രൈവറാകുന്ന മനസ്സിരിക്കുന്നതില് അതിനകത്തൊരു യാത്രക്കാരനുണ്ട്. ആ യാത്രക്കാരനാണ് ആത്മാവ്. ഈ ആത്മാവിനെ ഈ ഡ്രൈവർ വാഹനത്തിന് കേടുപാടുകൾ ഒന്നും വരുത്താതെ, കറക്റ്റായിട്ട് ഈ യാത്രക്കാരനും കേടുപാടുകൾ ഒന്നും വരുത്താതെ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുക, ഡ്രൈവ് ചെയ്ത് ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളിൽ നിന്ന് പലരും ദൈവത്തിന്റെ പാതയിലേക്ക് വിട്ടുമാറി നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട്, പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ട് ജീവിതം തന്നെ നശിപ്പിച്ച് കളയുവാനുള്ള
ചെയ്യാനുള്ള വ്യഗ്രതയിലാണ്. കുറച്ച് പണമില്ലെങ്കിൽ, കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ദൈവം തന്നേക്കുന്ന ആത്മാവിനെ നശിപ്പിച്ച് കളയുകയാണ്. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. യേശു ദൈവം സ്നേഹമാകുന്നു. ആ ഒരു സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരണം. കുഞ്ഞുങ്ങളെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു എന്നാണ് ആ ദൈവത്തിന്റെ പേര്. നിങ്ങളെ സ്നേഹിക്കുവാനേ, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുവാനേ, നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുവാനേ ഇതിനൊക്കെയും സർവശക്തനായിട്ടുള്ള ദൈവം കാത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷയിലേക്ക് കൊണ്ടുവരാനും ആ രക്ഷിക്കപ്പെട്ടു വരുന്ന നമ്മൾ കർത്താവിനോട് ചേരുവാനും വേണ്ടിയിട്ടാണ്. ആമേൻ. അപ്പൊ അങ്ങനെ നമ്മൾ കർത്താവിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇനിയൊരു ഭൂമി വരും. ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സർവ്വതും ഇവിടുന്ന് നാശമായി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ വെള്ളം കിട്ടാതെ അലയുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളും നടന്നു, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പുതുഭൂമി വരും. ആ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ച് വാഴണം. അതിനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിനെ രക്ഷയിലേക്ക് കൊണ്ടുവാ എന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് പറയൂ. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് വിഷയമായിരുന്നാലും, നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള വേദനകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതിനെല്ലാം പരിഹാരം തരാൻ സർവശക്തനായിട്ടുള്ള ദൈവം ശക്തനാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ദൈവത്തെ തിരിച്ചറിയാനും ഈ ദൈവത്തിലേക്ക് വരാനും മടങ്ങി വരാനും, ദൈവത്തിലേക്ക് മടങ്ങി വരും. ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ മടങ്ങി വന്നുകൊണ്ട് സ്വർഗത്തിന് അവകാശികളാക്കി ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അവകാശം സ്വീകരിച്ചുകൊണ്ട് സർവത്തിനും അവകാശം നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷം പറയുന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഞാൻ മുമ്പേ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ ധാരാളം കൊടും പീഡനങ്ങൾ ചെയ്താണ് മരണത്തിലേക്ക് കൊണ്ടുപോയത്. ആ മരണത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ മൂന്നാം ദിവസം സർവശക്തനായ ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ നാളെ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിനോട് കൂടെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിനെ ഇന്ന് നമ്മൾ രക്ഷയിലേക്ക് കൊടുക്കണം. ആ രക്ഷിക്കപ്പെടുവാൻ, കർത്താവിന്റെ നാമം വിളിച്ചു പറഞ്ഞ് രക്ഷ ഏറ്റു പറയുവാൻ താല്പര്യമുള്ള വ്യക്തികൾ, നിങ്ങളുടെ മനസ്സിനൊരു മാറ്റം വന്നുവെങ്കിൽ, ഈ ഒരു സർവശക്തനായ ദൈവത്തെ നിങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾ ശരീരത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വരാം. നിങ്ങൾ എന്ത് ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. കാരണം നമുക്ക് മഞ്ഞും മഴയും ദൈവം ധാരാളമായി തരുന്നുണ്ട്. വ്യക്തികളെ നോക്കി ദൈവം പക്ഷാഭേദം കാണിക്കുന്ന ദൈവമല്ല. പക്ഷേ നമുക്ക് വീണ്ടും ജനനം പ്രാപിക്കണം, നമ്മൾ വീണ്ടും ദൈവത്തിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നമ്മൾ രക്ഷയിലേക്ക് വരണം. അത് സ്വർഗരാജ്യം ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം അവകാശമുള്ളതാണ്. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ രക്ഷയിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു മടിയും വിചാരിക്കേണ്ട, മുന്നോട്ട് കടന്നു വരാം. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വളരെ സാക്ഷ്യമുള്ള ഒരു ദേശമായി ഇത് മാറട്ടെ. ആമേൻ.